ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ. പത്തനംതിട്ട അടൂർ സ്വദേശി കാർത്തികാണ് പിടിയിലായത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഹുലിനെ അനുകൂലിച്ച് പാർട്ടി പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ തെറ്റെന്നും സണ്ണി ജോസഫ്. കോൾ കർഷകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. പാടശേഖരങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ചിറ്റണ്ടയിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വർക്ക്ഷോപ്പ് ജീവനക്കാരൻ മരിച്ചു. തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച. 10,000ങ്ങളെ വരവേൽക്കാനൊരുങ്ങി ഗുരുഭവനപുരി. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. ചൊവ്വൂർ പാറക്കോവ് വിജീഷ് വധക്കേസിലെ 2ാം പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. പാറക്കോവിൽ കള്ളിയത്ത് വീട്ടിൽ രാകേഷിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനായ സുനിലിനെ വെളപ്പായിലുള്ള വീട്ടുപടിക്കൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി പത്തനംതിട്ട സ്വദേശിയായ കാർത്തിക്കാണ് പിടിയിലായത്. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷ്, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി സാഗോക് ടീമും തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 20-ന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വാഹനങ്ങളിലെത്തിയ സംഘം വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് നടത്തിയ ശാസ്ത്രീയവും സാങ്കേതികമായ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 പേരടങ്ങുന്ന ആക്രമി സംഘത്തിലെ 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആലപ്പുഴ കരുവാറ്റ സ്വദേശികളായ പുത്തൻപുരയിൽ ആദിത്യൻ, സിന്ധുഭവനിൽ ഗുരുദാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്ക് കൃത്യം നടത്തുന്നതിനായി ഏർപ്പാട് ചെയ്ത സംഘത്തിലെ പ്രധാനിയായ തൃശൂർ അഞ്ചേരി ക്രിസ്റ്റഫർ നഗർ സ്വദേശി പറമ്പിത്തറ വീട്ടിൽ സിജോ, കുറ്റിമുക്ക് സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ തോംസൺ, ചേലക്കോട്ടുകര സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ എഡ്വിൻ, അയ്യന്തോൾ സ്വദേശി കള്ളിക്കാടൻ വീട്ടിൽ ഡിക്സൺ എന്നിവരെ സംഭവം നടന്ന 3 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് SI ഷാജു, സാഗോക് ടീം അംഗങ്ങളായ പഴനിസ്വാമി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജി ചന്ദ്രൻ, കൃഷ്ണപ്രസാദ്, റെജിൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സുനീപ്, സിംസൺ, ശ്രീജിത്ത്, നൈജോൺ, അരുൺ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എബ്രഹാം എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ അടക്കമുള്ള ഭവന നിർമ്മാണ പദ്ധതികളുടെ പോരായ്മകൾ പരിഹരിച്ച് പരിഹാരമുണ്ടാക്കുമെന്നും 10 വർഷമായി LDF ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷനിൽ ഒരു മാറ്റവും കാണാൻ കഴിയുന്നില്ലെന്നും KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയായ വോട്ട് വെബിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി നേരത്തെ സസ്പെൻഡ് ചെയ്ത് നടപടിയെടുത്തിട്ടുള്ളതാണ്. എന്നാൽ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അവകാശം മുകേഷിന് തുല്യമാണ്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എല്ലാവരുടെയും തീരുമാനപ്രകാരമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗികമായി പ്രചരണത്തിന് ഇതുവരെയും ഇറങ്ങിയിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പാർട്ടി പത്രത്തിന്റെ എഡിറ്റോറിയലിൽ വന്നത് തെറ്റാണ്. അത് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്.
സ്വർണ്ണപ്പാളി വിഷയം മറയ്ക്കാനാണ് പീഡന പരാതി ഇപ്പോൾ വന്നതെന്ന് സംശയിക്കാം. പരാതിക്കാരി മറ്റെങ്ങും പരാതി നൽകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പോയത് അസാധാരണ സംഭവമാണ്. UDF നല്ല ഐക്യത്തോടുകൂടിയാണ് മുന്നോട്ടു പോകുന്നത്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ നിർത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ വിമതശല്യം ഇത്തവണ കുറവാണ്. പ്രതിപക്ഷ നേതാവിന് നേരെയുള്ള സൈബർ ആക്രമണം ഗൗരവത്തിലാണ് കാണുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതികളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ CPM തയ്യാറായിട്ടില്ല. ജനങ്ങൾ മറക്കില്ല, പൊറുക്കില്ല, ഒരു കാരണവശാലും അതിന് മാപ്പില്ല. അത് വിശ്വാസത്തിന്റെ വിഷയമാണ്. ശബരിമലയിലെ സ്വത്തുവകകളുടെ നഷ്ടത്തിന്റെ വിഷയമാണ്. ഈ അഴിമതിക്കും ഈ കള്ളത്തരത്തിനും സർക്കാർ കൂട്ടുനിൽക്കുന്ന വിഷയമാണ്. പാർട്ടി ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്ന വിഷയമാണ്. ജനങ്ങളുടെ മുമ്പിൽ അത് ശക്തമായിട്ടുണ്ട്. കൊല്ലത്തെ MLA ആരാണ്? അദ്ദേഹത്തിന്റെ പേര് ചാർജ് ഷീറ്റില്ലേ? ഇവര് പറയുന്ന ആ വാദങ്ങൾ അവർക്ക് തന്നെയല്ലേ വാദം? ഞങ്ങളല്ലേ ആദ്യം അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു. ആ നടപടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ശബരിമലയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെങ്കിലും CPM-ന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട അയ്യപ്പന്റെ സ്വത്തുക്കൾ കട്ടെടുത്ത സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. കാവലേൽപ്പിക്കേണ്ട ആളുകൾ, കാവൽക്കാരാകേണ്ടവർ കള്ളന്മാരായിട്ട് മാറിയതാണ് ആ കേസ്. ശബരിമല വിഷയത്തിൽ ജയിലിൽ കിടന്നവരുടെ പേരിൽ പാർട്ടി നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, സ്വർണം വീണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ജനജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റപത്രം ഇറക്കിയിട്ടുണ്ടെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റും മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ശബരിമലയിൽ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ശബരിമല സ്വർണ്ണപ്പാളി കള്ളന്മാർക്ക് കൂട്ടുനിന്ന് തേച്ചുമാച്ചു കളയാൻ ശ്രമിച്ച കേസ് ഹൈക്കോടതി ഇടപെട്ട് രക്ഷിച്ചു. കരുവന്നൂർ തട്ടിപ്പുകേസിലെ പ്രതികൾക്ക് സംരക്ഷണം നൽകിയ സർക്കാർ കള്ളന്മാരെ സ്വർണം പൂശി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭാ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ചാലിശ്ശേരി, ജോസ് വള്ളൂർ, MP വിൻസൻ, M ശശികുമാർ, രാജേന്ദ്രൻ അരങ്ങത്ത്, സുനിൽ അന്തിക്കാട്, PG ജയദീപ്, SAA ആസാദ് എന്നിവർ സംസാരിച്ചു. പതിനയ്യായിരത്തോളം ഏക്കർ കോൾ നിലങ്ങളിലെ നെൽകൃഷി വരണ്ടുണങ്ങുന്നതിൽ പ്രതിഷേധിച്ച് കോൾ കർഷകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. ജില്ലാ കോൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു കർഷകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത്. 30-40 ദിവസം വളർച്ചയെത്തിയ ആയിരക്കണക്കിന് ഏക്കറിലെ നെൽച്ചെടികളാണ് വെള്ളമില്ലാതെ നശിക്കുന്നത്. പാടശേഖരങ്ങളിലേക്ക് ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതിൽ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായതാണ് കൃഷി നാശോന്മുഖമാകാൻ കാരണമെന്നും അടിയന്തരമായി പാടശേഖരങ്ങളിൽ വെള്ളമെത്തിച്ചില്ലെങ്കിൽ ആയിരക്കണക്കിന് ഏക്കറിലെ കൃഷി നശിക്കുമെന്നും കോൾ കർഷക സംഘം ജില്ലാ സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ് TCVയോട് പറഞ്ഞു. വിവിധ പ്രായത്തിലുള്ള ഈ നെല്ലിന് വെള്ളം കിട്ടാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിമ്മിനിയിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ആ വെള്ളം സമയത്തിന് തുറന്നു വിട്ട് കൃഷിക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഈ ഓഫീസിൽ വന്ന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഈ പ്രതിഷേധം അറിയിച്ചത്. വെള്ളം ഏറ്റവും വേഗത്തിൽ ചിമ്മിനിയിൽ നിന്ന് തുറന്നു വിട്ട് പ്രശ്നം പരിഹരിക്കാം എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. പക്ഷെ ഇതൊക്കെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ കോൾ മേഖല, വടക്കൻ മേഖല ഇപ്പോൾ പൂർണ്ണമായിട്ട് അപകടത്തിലാണ്. നെമാവ് റെഗുലേറ്ററിൻ്റെ പരിസര പ്രദേശത്തുള്ള പടവുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉപ്പുവെള്ളമാണ്. അവിടെ കനാലിൽ നിന്ന് ഈ ഉപ്പുവെള്ളം കിടക്കുകയാണ്. ഏറ്റത്തിനും ഇറക്കത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയങ്ങൾ ഈ കോൾ മേഖലയിൽ വെള്ളം ഉയർന്നു നിൽക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അവിടെയുള്ളവരൊക്കെ ആകെ പ്രയാസത്തിലാണ്. ഉപരോധത്തെ തുടർന്ന് നടന്ന ചർച്ചയിൽ ചിമ്മിണി ഡാമിൽ നിന്ന് കൂടുതൽ അളവിൽ വെള്ളം തുറന്നുവിട്ട് കോൾ നിലങ്ങളിലേക്ക് വെള്ളം എത്തിക്കാമെന്ന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. സിനി കർഷകർക്ക് ഉറപ്പ് നൽകിയപ്പോഴാണ് കർഷകർ ഉപരോധം അവസാനിപ്പിച്ചത്. കോൾ കർഷക സംഘം ജില്ലാ സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ്, അഡ്വക്കേറ്റ് V. സുരേഷ് കുമാർ, ഗോപിനാഥൻ കോളങ്ങാട്ട് എന്നിവർ നേതൃത്വം നൽകി. TCV തൃശൂർ. ചിറ്റണ്ടയിൽ കേടായ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വർക്ക്ഷോപ്പ് ജീവനക്കാരൻ മരിച്ചു.
ദേശമംഗലം മേലെ തലശ്ശേരി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന അത്താണിക്കൽ വീട്ടിൽ മുസ്തഫയുടെ മകൻ 22 വയസ്സുള്ള മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. 3 ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം. കേടുവന്ന ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്ന് തീപ്പൊരി തൊട്ടടുത്ത് സൂക്ഷിച്ചിരുന്ന പെട്രോൾ കുപ്പിയിലേക്ക് പടർന്ന് പരിസരം തീഗോളമായി മാറുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. 90% പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു മുഹമ്മദ് ഫാരിസ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇടവേള. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നാ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച. 10,000ങ്ങളെ വരവേൽക്കാനൊരുങ്ങി ഗുരുപവനപുരി. വൃശ്ചികത്തിലെ വെളുത്ത ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ദേവഗുരുവും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് ഏകാദശി നാളിലാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ദിനം പ്രതിഷ്ഠാ ദിനമായും ആചരിക്കുന്നു. ഗീതാദിനവും ഇതേ ദിവസമാണ്. ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്നത് ഏകാദശിക്കാണ്. ക്ഷേത്രവും ക്ഷേത്രനഗരിയിലെ സ്ഥാപനങ്ങളും ദീപാലങ്കൃതമായതോടെ രാത്രിയെ പകൽ പോലെയാക്കിയിരിക്കുകയാണ്. രാപ്പകൽ ഇടതടവില്ലാതെ ഭക്തസഹസ്രം ഗുരുവായൂരിലേക്ക് ഒഴുകുകയാണ്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ക്ഷേത്ര പരിസരം വഴിയോര കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞു. ക്ഷേത്രത്തിൽ 1 മാസമായി നടന്നു വന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷങ്ങൾക്ക് ഏകാദശിയോടെ സമാപനമാകും. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ദർശന ക്രമീകരണം ഉണ്ടാകും. ക്ഷേത്രത്തിനകത്തും പുറത്തും വൺവേ സംവിധാനത്തിലൂടെയാണ് ഭക്തരെ കടത്തിവിടുക. സുരക്ഷയ്ക്കായി 100 പോലീസുകാരെ അധികം നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അരിഭക്ഷണം വെടിഞ്ഞ് വ്രതം നോറ്റെത്തുന്നവർക്ക് ദേവസ്വം ഏകാദശി പ്രസാദഊട്ട് നൽകും. ഏകാദശി ദിവസം രാത്രി 12 മണി മുതൽ രാവിലെ ക്ഷേത്രനട അടയ്ക്കുന്നതുവരെ ഭക്തർ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം സമർപ്പിക്കും. ബുധനാഴ്ച ത്രയോദശി ഊട്ടോടെ ഏകാദശി ചടങ്ങുകൾ സമാപിക്കും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിലെ ആകർഷകമായ പഞ്ചരത്ന കീർത്തനാലാപനം ഞായറാഴ്ച നടക്കും. 100ഓളം കലാകാരന്മാർ ചേർന്ന ഏകതാളത്തിൽ ഭക്തിയിൽ അലിഞ്ഞു പാടുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ആയിരങ്ങൾ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലെത്തും. ദശമി നാളിൽ രാവിലെ 9 മുതൽ 10 വരെയുള്ള പഞ്ചരത്ന കീർത്തനാലാപനം പ്രസിദ്ധമാണ്. ത്യാഗരാജ ഭാഗവതരുടെ 5 കീർത്തനങ്ങളാണ് പഞ്ചരത്ന കീർത്തനം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് അഭിനവ ത്യാഗ ബ്രഹ്മം ബഹുമതി ലഭിച്ചതിന്റെ സ്മരണയ്ക്കാണ് സംഗീതോത്സവത്തിൽ പഞ്ചരത്ന കീർത്തനങ്ങൾ ആലപിക്കുന്ന പതിവ് ആരംഭിച്ചത്. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ ഇറിയമ്മൻ തമ്പിയുടെ കരുണ ചെയ്വാനെന്ത് താമസം കൃഷ്ണ എന്ന കീർത്തനാലാപനത്തോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 8 മണി വരെ ഇന്നർ റിംഗ് റോഡിലും ഔട്ടർ റിംഗ് റോഡിലും ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള വാഹനങ്ങൾക്ക് വൺവേ ഏർപ്പെടുത്തും. ഇന്നർ റിംഗ് റോഡിൽ വലതുവശത്തേക്കും ഔട്ടർ റിംഗ് റോഡിൽ ഇടതുവശത്തേക്കും മാത്രം വാഹനങ്ങൾ പോകണം. വൺവേ തെറ്റിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ACP C പ്രേമാനന്ദകൃഷ്ണൻ അറിയിച്ചു. ചൊവ്വൂർ പാറക്കോവ് വിജീഷ് വധക്കേസിലെ 2ാം പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവിന് പുറമെ വിവിധ വകുപ്പുകളിൽ 9 വർഷം തടവും 6 ലക്ഷം രൂപ പിഴയായും ശിക്ഷ വിധിച്ചു. ചൊവ്വൂർ പാറക്കോവിൽ കള്ളിയത്ത് വീട്ടിൽ രാകേഷിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ ജഡ്ജ് K കമനീസ് ശിക്ഷിച്ചത്. 1ാം പ്രതി അജയൻ വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് മരിച്ചു. 2020-ലാണ് കേസിനാസ്പദമായ സംഭവം. പാറക്കോവിൽ ജംഗ്ഷനിലുള്ള കിണറിന് സമീപം വെച്ച് 1ാം പ്രതിയായ അജയനും 2ാം പ്രതി രാകേഷും ചേർന്ന് വിജീഷിനെ മുൻവൈരാഗ്യത്താൽ കുത്തിക്കൊല്ലുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KP അജയകുമാർ കോടതിയിൽ ഹാജരായി.
കോഴിക്കോട് കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. 59 വയസ്സായിരുന്നു. അർബുദം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. CPMന്റെ കരുത്തുറ്റ വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു കാനത്തിൽ ജമീല. നിലവിൽ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. 3 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയായ ജമീല മുസ്ലിം മാപ്പിള സമുദായത്തിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യ വനിതാ MLA ആണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ N സുബ്രഹ്മണ്യനെ 8472 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാനത്തിൽ ജമീല നിയമസഭയിലെത്തിയത്. മുൻപ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജമീല ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടായിരുന്നു തുടക്കം. ജാതി പറയുന്നത് അഭിമാനമായി കണ്ട് ഈഴവർ ജാതിയുടെ പേരിൽ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തളിക്കുളത്ത് SNDP യോഗം അമ്പലനട ശാഖയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി വ്യവസ്ഥയും ജാതിയുടെ പേരിൽ ഉദ്യോഗസ്ഥ സംവരണവും തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് സംവരണവും നിലനിൽക്കുന്ന രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കിയവർ നേട്ടങ്ങൾ കൊയ്തപ്പോൾ ജാതി പറയാൻ മടിച്ചു നിന്ന ഈഴവർക്ക് ഒന്നും നേടാൻ പറ്റിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശാഖാ പ്രസിഡന്റ് MS സജീഷ് അധ്യക്ഷത വഹിച്ചു. പ്രാർത്ഥനാ ഹാളിന്റെ ഉദ്ഘാടനം SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്തും ഫോട്ടോ അനാച്ഛാദനം യൂണിയൻ വൈസ് പ്രസിഡന്റ് സുദീപും നിർവഹിച്ചു. യോഗം ഡയറക്ടർ ബോർഡ് അംഗം പ്രകാശൻ കടവിൽ, നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, യൂണിയൻ കൌൺസിലർ CS ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് റിസർവേഷൻ ഇപ്പൊ നടക്കണം. പഞ്ചായത്ത് ഇലക്ഷൻ ജാതിക്ക് റിസർവേഷൻ ഇല്ലേ? അങ്ങനെ ജാതി സംവരണം. ഒറ്റയാനെ തുരത്തുന്നതിനായി കുതിരാനിലെത്തിച്ച കുങ്കിയാനകൾ ദൌത്യം പൂർത്തിയാക്കാതെ മടങ്ങി. കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് കഴിഞ്ഞ 7-ന് വിക്രം, ഭരത് എന്നീ കുങ്കിയാനകൾ എത്തിയത്. കഴിഞ്ഞ 21 ദിവസം കുങ്കിയാനകൾ സ്ഥലത്ത് തമ്പടിച്ചിരുന്നുവെങ്കിലും പകൽ സമയങ്ങളിൽ കാട്ടാന പ്രത്യക്ഷപ്പെടാറില്ല. കുങ്കിയാനകളെ കൊണ്ടുപോയെങ്കിലും ആനയെ കണ്ടെത്താൻ ഡ്രോൺ നിരീക്ഷണം തുടരും. കൊടുങ്ങല്ലൂരിൽ കന്നുകാലി ഫാമിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ അയൽവാസി അറസ്റ്റിൽ. അഴീക്കോട് സ്വദേശി മതിലകത്ത് വീട്ടിൽ ഹസനുൽ ബന്നയെയാണ് കൊടുങ്ങല്ലൂർ SI K സാലിമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അഴീക്കോട് സ്വദേശി തയ്യിൽ വീട്ടിൽ ബൈജുവിന്റെ തൊഴുത്തിലേക്ക് ഗുണ്ടെറിഞ്ഞ കേസിലാണ് അറസ്റ്റ്. പശുഫാം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിരോധത്താലാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. ഗ്രേഡ് സീനിയർ CPOമാരായ സനോജ്, ഷിജിൻനാഥ്, അബീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂരിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ പട്ടാപ്പകൽ മോഷണം. തൈക്കാട് പള്ളി റോഡിൽ പണിക്കെ വീട്ടിൽ ജവഹറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിന്റെ പുറത്ത് സൂക്ഷിച്ചിരുന്ന ജൈവവള നിർമ്മാണത്തിനുള്ള യന്ത്രഭാഗങ്ങളാണ് മോഷണം പോയത്. മോഷണ വസ്തുക്കൾ സഞ്ചിയിലാക്കി കടത്തുന്ന ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സംഗീതാചാര്യൻ ഡോക്ടർ KN രംഗനാഥ ശർമ്മയെ സംഗീത ശ്രേഷ്ഠ അവാർഡ് നൽകി കേരള ബ്രാഹ്മണ സഭ ആദരിച്ചു. പൂങ്കുന്നം പുഷ്മഗിരി ജാനകിനാഥ് ഹാളിൽ നടന്ന ചടങ്ങിൽ വയലിനിസ്റ്റ് നെടുമങ്ങാട് ശിവാനന്ദൻ അവാർഡ് സമ്മാനിച്ചു. വീണ വിദ്വാൻ A അനന്തപത്മനാഭൻ ആദരം ഉദ്ഘാടനം ചെയ്തു. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റ് H ഗണേഷ് അധ്യക്ഷത വഹിച്ചു. AR പരമേശ്വരൻ, TR ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ചെമ്പൈ അവാർഡ് നിർണയത്തിന് രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായതായി KL രംഗനാഥ ശർമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇപ്പോഴത്തെ അവാർഡ് ജേതാവുമായി താരതമ്യം ചെയ്യുമ്പോൾ സംഭാവനകൾ കുറവായ ചെറുപ്പക്കാരനെയാണ് അവാർഡിന് പരിഗണിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്.
കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. തൃശൂർ കോർപ്പറേഷനിലെ വനിതാ സംവരണ വാർഡായ കണ്ണംകുളങ്ങര ഡിവിഷനിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ പ്രചരണം 2ാം ഘട്ടം പിന്നിടുന്നു. ബിരുദാനന്തര ബിരുദധാരികളായ 3 പ്രമുഖ മുന്നണികളിലെ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ്. നിലവിൽ പള്ളിക്കുളം ഡിവിഷൻ കൗൺസിലറായ UDFിലെ സിന്ധു ആൻഡോ ചാക്കോള, ഒരു ദശാബ്ദത്തിലേറെ കുടുംബശ്രീയുടെ നേതൃത്വപരമായ പ്രവർത്തനങ്ങളുമായി പൊതുരംഗത്തുള്ള LDF സ്ഥാനാർത്ഥി ഷീന ആനന്ദ്, സാഹിത്യവും ബിസിനസ്സുമായി പൊതുപ്രവർത്തന രംഗത്തുള്ള NDA സ്ഥാനാർത്ഥി മുംതാസ് ചിഞ്ചു എന്നിവരാണ് പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി കണ്ണംകുളങ്ങര ഡിവിഷനിൽ മത്സരിക്കുന്നത്. നിലവിലെ പള്ളിക്കുളം കൗൺസിലറായ സിന്ധു ആൻഡോ ചാക്കോള 5 വർഷത്തെ സജീവമായ പ്രവർത്തന പരിചയവുമായി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് സമ്മതിദായകരെ സമീപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ 2ാം ഘട്ടം പൂർത്തിയാവുന്നു. 1ാം ഘട്ടം കഴിഞ്ഞു, 2ാം ഘട്ടത്തിലേക്ക് കടന്നു. അത് പൂർത്തിയാകാറായിട്ടുണ്ട്. ഈ വാർഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഞാൻ ഡിവിഷൻ 35 പള്ളിക്കുളത്തിൻ്റെ കൗൺസിലറായിരുന്നു. അത് അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് തൊട്ടടുത്ത് കിടക്കുന്ന ഈ കണ്ണംകുളങ്ങരയിലേക്ക് പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ UDF കൗൺസിലർ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇനി കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞത്. ഞാൻ ജയിച്ചു വന്നാൽ അതിൻ്റെ ഉള്ള എല്ലാ പരിഹാരങ്ങളും ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും, അതിനുള്ള പരിഹാര മാർഗങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. കുടുംബശ്രീയുടെ നേതൃസ്ഥാനത്തെ പ്രവർത്തനങ്ങളുമായി പൊതുരംഗത്ത് സജീവമാണ് LDF സ്ഥാനാർത്ഥി ഷീന ആനന്ദ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ എല്ലാ വീട്ടിലും 2 റൗണ്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 3-4 പ്രാവശ്യം ചെന്ന വീടുകളും ഉണ്ട്. ഞങ്ങൾക്ക് 99% എല്ലാവരിലും എത്തിയിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലാണിപ്പോൾ. വാർഡിൻ്റെ വികസന സങ്കല്പം അതെങ്ങനെയാണ്? 10 വർഷമായിട്ട് LDF ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നെങ്കിലും ഇവിടെ നമ്മുടെ ഡിവിഷനിൽ അതിൻ്റേതായ ഒരു വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. പൊതുവായിട്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും കുറച്ച് ന്യൂനതകൾ വന്നു ചേർന്നിട്ടുണ്ട്. 24 മണിക്കൂറും വെള്ളം കിട്ടുന്ന ഒരു സൗകര്യം ഈ കോർപ്പറേഷൻ്റെ പല സ്ഥലങ്ങളിലുണ്ടെങ്കിലും നമ്മുടെ കണ്ണംകുളങ്ങരയിൽ അങ്ങനെ ഒരു 1.5 നമുക്ക് വെള്ളം കിട്ടുന്ന പല സ്ഥലങ്ങളിലും. കുടിവെള്ളം വെളിച്ചും എല്ലാവർക്കും വേണമെന്നുള്ളതാണ് ഒരു വികസന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനം. ഞാൻ വരികയാണെങ്കിൽ അതിനാണ് ആദ്യമായിട്ടൊരു ശ്രമം ഉണ്ടാവുക. 2 ചെറുകഥാ സമാഹാരങ്ങൾ രചിച്ച് സാഹിത്യരംഗത്തും പെറ്റ് ഗ്രൂമിംഗ് സെന്റർ ഉടമയായി ബിസിനസ് രംഗത്തും ഒരുപോലെ കഴിവ് തെളിയിച്ച മുംതാസ് ചിഞ്ചു 8 വർഷത്തിലേറെയായി BJP അംഗമായി പ്രവർത്തന രംഗത്ത് സജീവമാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു പ്രചാരണമാണ്. ഷോർട്ട് ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പ്രചാരണമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര പ്രാവശ്യം വീടുകളിൽ കയറിറങ്ങി? ഇപ്പോൾ എത്ര റൗണ്ട് പൂർത്തിയാക്കി എന്ന് പറയല്ലേ? എൻ്റെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. സെക്കൻഡ് റൗണ്ട് പകുതിയായി. പിന്നെ ഇനി കൗൺസിലർ ആകുമ്പോഴുള്ള വികസന നമ്മുടെ അജണ്ട അല്ലെങ്കിൽ വികസന സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ കണ്ണംകുളങ്ങരയ്ക്ക് സ്വന്തമായിട്ടൊരു ഹെൽത്ത് സെൻറ്റർ, അതുപോലെ തന്നെ ഇപ്പം റെൻറ്റിലാണ് അംഗനവാടി മന്ദിരം പ്രവർത്തിച്ചു വരുന്നത്. അത് മാറ്റി സ്വന്തമായിട്ടൊരു അംഗനവാടി. പിന്നെ ഇവിടെ കുടിവെള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്. ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡ് ആണെങ്കിൽ പോലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പദ്ധതികൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടണം. ഏറ്റവും പ്രധാനം കൊടുക്കുന്നത് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അവരിൽ നിന്ന് അറിയുക, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. തൃശ്ശൂർ നഗരത്തോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഡിവിഷനാണ് കണ്ണംകുളങ്ങര ഡിവിഷൻ. ഇവിടുത്തെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാവരും 2 ഘട്ടം പ്രചാരണ പ്രവർത്തനം പൂർത്തിയാക്കി കഴിഞ്ഞു. കണ്ണംകുളങ്ങരയിൽ നിന്നും ക്യാമറാമാൻമാരായ റോയ്, സിബി എന്നിവർക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. തൃശൂർ കോർപ്പറേഷന്റെ 55ാം ഡിവിഷനായ പുല്ലഴിയിൽ വികസന വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ച് 3 മുന്നണികളും വോട്ടർമാരുടെ വിശ്വാസം നേടാനുള്ള ശക്തമായ മത്സരത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ 55ാം ഡിവിഷൻ പുല്ലഴിയിൽ LDF, UDF, NDA സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ 55ാം ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുനിത വിനുവിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. 2020-25 കാലയളവിലെ സ്റ്റേഷൻ കൗൺസിലറാണ് ഞാൻ. ഇപ്പോൾ തൃശൂർ കോർപ്പറേഷൻ 55 പുല്ലഴി ഡിവിഷനിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇപ്പോൾ നിലവിലെ പ്രചരണമൊക്കെ എവിടം വരെയായി? 2ാം റൗണ്ട് പൂർത്തിയായി. ഇപ്പോൾ പ്രചരണമൊക്കെ ഒരു 2ാം പ്രാവശ്യമാണ് താങ്കൾ മത്സരിക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ വക നിന്നൊരു സപ്പോർട്ട്, വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? എല്ലാ സപ്പോർട്ടും പിന്തുണയും എല്ലാം ഉണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഡിവിഷനിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ പുല്ലഴിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ചെയ്യും. മുൻ കൗൺസിലർ കെ രാമനാഥൻ അവരുടെ അത്യാവശ്യം വികസനം, അത്യാവശ്യം എന്ന് തന്നെയല്ല, പുല്ലഴിയിൽ ഇനി
ചെയ്യാൻ ഇല്ലാത്തതായിട്ട് ഒരുപാട് വികസനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇക്കോ ടൂറിസം വരെ ആളുടെ വികസനവുമായിട്ട് എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാം ഈ റോഡുകൾ, അതുപോലെ തന്നെ 7 അംഗനവാടികളും സ്മാർട്ട് അംഗനവാടി ആക്കിക്കൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ ആരും തന്നെ ഇത്രയും വികസനം ചെയ്ത ഒരു കൗൺസിലർ ഇല്ല. അത് രാമനാഥേടൻ തന്നെയാണ്. ആളുടെ പിന്തുടർച്ചയായിട്ടാണ് ഞാൻ ഈ ഡിവിഷനിൽ എത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് വികസനങ്ങൾ പുല്ലഴിയുടെ വികസനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യും. തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വിജയം നമുക്ക് ഉറപ്പിക്കാം? ഇപ്രാവശ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ്, യാതൊരു സംശയവുമില്ല. തൃശൂർ കോർപ്പറേഷൻ പുല്ലഴി 55-ാം ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജിഷ സന്തോഷാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ഈ ഇലക്ഷൻ ആദ്യമായിട്ടാണെന്നെങ്കിലും കുടുംബശ്രീയുടെ 8 വർഷമായിട്ട് നമ്മുടെ പുല്ലഴിയിലെ കുടുംബശ്രീയുടെ CDS മെമ്പറാണ്. ഇപ്പോൾ കോർപ്പറേഷൻ്റെ CDSൻ്റെ വൈസ് ചെയർപേഴ്സണാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു അറിവ്, എല്ലാവർക്കും നമ്മളോടുള്ള ഒരു അറിവുണ്ടല്ലോ. വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് തന്നെയാണ്. തെരഞ്ഞെടുപ്പിലോട്ട് ആദ്യമായിട്ടാണെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാടിന് വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കാരണം ഇപ്പോൾ യുവതലമുറ കുറച്ചും കൂടെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്? അതായത് നമുക്ക് ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ ജനങ്ങളുമായി, നമ്മുടെ ഡിവിഷനിലെ ജനങ്ങളുമായി സംബന്ധിച്ച് അവർക്ക് എന്താണോ ആവശ്യം അവരോടൊപ്പം നിന്നുകൊണ്ട് നേടിക്കൊടുക്കാനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. പിന്നെ നമ്മുടെ യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു കളിസ്ഥലം എവിടെയാണോ നമുക്ക് സ്ഥലത്തിനുള്ള ഇതുകൾ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് അറിയുക. അതെല്ലാം അവർക്ക് വേണ്ടി എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നൈപുണ്യ പരിശീലന കേന്ദ്രം അതൊക്കെയും നമ്മുടെ മനസ്സിലുണ്ട്. അത് ആ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ ഡിവിഷനിലെ ജനങ്ങളുമായി സംസാരിച്ച് അവർക്ക് വേണ്ടത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യും. സ്വകാര്യ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലോട്ടൊക്കെ കടക്കമുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്താണ്? സ്വകാര്യ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളെന്ന്. പക്ഷേ നമ്മുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാപ്പിയാണ്. തൃശൂർ കോർപ്പറേഷനിൽ 55-ാം ഡിവിഷനിൽ പുല്ലഴിയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കീർത്തന സുരേഷാണ്. ഈ കീർത്തന സുരേഷിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ജെൻസി സ്ഥാനാർത്ഥി കൂടിയാണ്. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലോട്ട്? കേവലം ഒരു രാഷ്ട്രീയം പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയത്തിലുപരി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരിലൊപ്പം, അവരിലൊരാളായി, കൂടപ്പിറപ്പായി, മകളായി എല്ലാവരോടൊപ്പം ഉണ്ടാകാനാണ് ഞാൻ കൂടുതലായും ആഗ്രഹിക്കുന്നത്. കുറച്ചും കൂടെ യുവത്വത്തെ ഒന്ന് പരിഗണിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഞാൻ ശ്രമിക്കും. പ്രചരണ രംഗത്ത് എങ്ങനെയാണ് ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുകയാണോ? എവിടം വരെയായി പ്രചരണം? 1-ാം ഘട്ടം പൂർത്തിയായി, 2-ാം ഘട്ടം പകുതി ആവാറായി. അപ്പം തന്നെ എനിക്ക് എൻ്റെ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നു, അവരതിനായി റെഡി ആയി കഴിഞ്ഞു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വളരെ നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് യുവത്വമായാലും എല്ലാവരായാലും, വയസ്സായവരായാലും, അമ്മമാരായാലും, അച്ഛൻ, എല്ലാവരും നല്ല സപ്പോർട്ടോടെ കൂടെയാണ് എൻ്റെ നിൽക്കുന്നത്. അത് എനിക്ക് വിജയം തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെയും സുരേഷ് ഗോപി സാറിൻ്റെയും മോദിജിയുടെയും എല്ലാ കുറേ സ്വപ്ന വികസനങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ നാട്ടുകാരിലേക്ക് ഞാൻ വഴിയെത്തുന്നതിൽ, അത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടുകാർക്കാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നാടിന്റെ നന്മയ്ക്കായി വികസനത്തിന്റെ കരുത്തുമായി പുല്ലഴിയിൽ 3 മുന്നണികളും പോരാടുകയാണ്. ഇത് ആര് ജയിക്കുമെന്ന് കാത്തിരുന്നു കാണാം. പരിയാരം പഞ്ചായത്തിൽ സഹോദര ഭാര്യമാരുടെ മത്സരത്തിന് ഏറെ പുതുമകൾ. തയ്യൽ പരിശീലക ജാൻസി ജോസ്, മുൻ അധ്യാപിക സിനി ജോൺ, ഇവർ ജ്യേഷ്ഠാനുജന്മാരുടെ സഹധർമ്മിണികൾ. 10 വർഷം മുൻപ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഏറ്റുമുട്ടിയവർ. 2015 എതിർചേരികളിൽ നിലയുറപ്പിച്ച് ഗോതയിൽ പടവെട്ടിയവരുടെ ഇപ്പോഴത്തെ മത്സരം പരിയാരം പഞ്ചായത്തിന് കൗതുകമായി. അന്ന് അതിരപ്പള്ളി ഡിവിഷനിൽ നിന്നായിരുന്നു സഹോദര ഭാര്യമാരുടെ കന്നിയംഗം. LDFിൽ മത്സരിച്ച സിനി ജോണിനായിരുന്നു വിജയം. കഴിഞ്ഞ തവണ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ മറ്റൊരു സ്ഥാനാർത്ഥിയോട് മത്സരിച്ച് പരാജയപ്പെട്ട സിനി ജോൺ ആകട്ടെ പഴയ തട്ടകത്തിൽ വീണ്ടും ജനവിധി തേടിയെത്തുകയാണ്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായാണ് വരുന്നത്. എന്നാൽ ജ്യേഷ്ഠത്തി ജാൻസിയുടെ നാൾവഴിയിൽ സംഭവിച്ചത് കാതലായ മാറ്റം. ഇന്നിവർ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ചങ്കൻകുറ്റി വാർഡിൽ സ്വതന്ത്രയായി മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ രുചിയെറിഞ്ഞ അവർ 2020 മത്സരിച്ചില്ല. എങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കായി മുൻനിരയിൽ നിന്നു. സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ വിജയത്തിന് കയ്യും മെയ്യും മറന്നു. എന്നാൽ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ആഘാതമായെന്ന് ജാൻസി പറഞ്ഞു. സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർക്ക് എല്ലാ തവണയും സംഭവിക്കുന്നത് പോലെ തന്നെ പ്രവർത്തന മികവ് തെളിയിച്ചിട്ട് പോലും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറഞ്ഞ പ്രവർത്തകർക്ക് ഒരു നീതി നിഷേധം, അല്ലെങ്കിൽ അവർക്ക് സീറ്റില്ല. റിബലായി മത്സരിച്ച പല സ്ഥാനാർത്ഥികൾക്കും പാർട്ടി സീറ്റ് കൊടുക്കുന്നു, ചിലരെ നീക്കി നിർത്തുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ റിബലായി മത്സരിച്ച് വിജയിച്ച 3 പേർക്കും സീറ്റ് ലഭിച്ചു.
കൈയടയാളത്തിൽ ജയിച്ച രണ്ടുപേരും കളരിക്ക് പുറത്തായി. ഇക്കാലം അത്രയും സ്നേഹിച്ച പാർട്ടിയിൽ നിന്നുണ്ടായ അനുഭവമാണ് മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. സ്വതന്ത്രയായി മത്സരിക്കാൻ പത്രിക നൽകിയപ്പോൾ RJD പിന്തുണയുമായി എത്തി. ഇത്തവണ തങ്ങൾ രണ്ടുപേരും ജയിക്കുമെന്ന് സിനി ജോൺ പറഞ്ഞു. 10 വർഷം മുമ്പ് എൻ്റെ സഹോദരിയും ഞാനും എതിർചേരിയിൽ നിന്നും മത്സരിക്കുന്നൊരു സ്ഥിതിയുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരേ പക്ഷത്തു നിന്നും LDFിൻ്റെ പിന്തുണയോടുകൂടി എൻ്റെ സഹോദരിയും മത്സരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു സാഹചര്യം കൂടി ഉണ്ട്. ഒരിക്കൽ നേർക്കുനേർ നിന്ന് പൊരുതിയവർ കുറ്റിക്കാട് ചങ്കൻകുറ്റിയിൽ ഒരുമിച്ച് വോട്ട് തേടുമ്പോൾ ഇക്കാലം അത്രയും തങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമായിരുന്നുവെന്നും തെളിയിക്കുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. CPM നേതാക്കൾക്ക് ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല നൽകുന്നത് മോഷണത്തിന് വേണ്ടിയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം തല UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാളയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശ്വാസികളല്ലെന്ന് വിശ്വസിക്കുന്നവർ ക്ഷേത്ര ഭരണത്തിനെത്തുന്നത് മോഷണത്തിനല്ലാതെ മറ്റെന്തിനാണെന്ന് CPM നേതാക്കൾ വ്യക്തമാക്കണം. കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ശബരിമലയിൽ CPM നേതാക്കളുടെ മോഷണം പിടിക്കപ്പെട്ടതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. VA അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ്, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ബെന്നി ബെഹനാൻ MP, PK നൌഷാദ്, ഡേവിസ് പാറക്കാട്ട്, ആൽബിൻ പ്ലാക്കൽ, PK സഗീർ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാജൻ കുടിയൻ തുടങ്ങിയവർ സംസാരിച്ചു. NDA തൃശൂർ കോർപ്പറേഷൻ വികസന രേഖ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രകാശനം ചെയ്തു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വികസനരേഖ വീഡിയോ പ്രകാശനം BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ, MT രമേശ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, NDA വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ, BDJS ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ്, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര, 10 പുതിയ ഇലക്ട്രിക് പിങ്ക് ബസ്സുകൾ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും. വടക്കുന്നാഥൻ, കൂടൽമാണിക്യം, ത്രിപ്രിയ, ഗുരുവായൂർ തീർത്ഥാടന ടൂറിസം ഇടനാഴി, AC ബസ്സുകൾ, ദിനം പ്രതി യാത്ര, വർഷം 100 കോടി വരുമാനം, 250 പേർക്ക്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ദിവസം വേതനത്തോടുകൂടിയുള്ള അവധി അനുവദിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവായി. ജില്ലയിൽ ജോലി ചെയ്യുന്ന മറ്റ് ജില്ലകളിലെ പോളിംഗ് സ്റ്റേഷൻ പരിധിയിൽ വോട്ടവകാശമുള്ള തൊഴിലാളിക്ക് സ്വന്തം ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള അനുമതി നൽകണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ കളക്ടർ നിർദ്ദേശം നൽകി. ഇരിങ്ങാലക്കുടയിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി വയോധിക മരിച്ചു. മാപ്രാണം സ്വദേശി തെക്കൂടൻ വീട്ടിൽ 77 വയസ്സുള്ള അന്നംകുട്ടിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ അംഗവും തൊഴിലുറപ്പ് തൊഴിലാളിയുമായിരുന്നു. കൊണ്ടാഴി പാറമേൽപ്പടിയിലുണ്ടായ വാഹനാപകടത്തിൽ കാൽനട യാത്രികനായ യുവാവ് മരിച്ചു. മായനൂർ സ്വദേശി പുത്തൻവീട്ടിൽ ചക്കിങ്ങൽ ഗോപാലകൃഷ്ണന്റെ മകൻ 32 വയസ്സുള്ള അരുണാണ് മരിച്ചത്. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന അരുണിനെ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റോഡിന്റെ ശോചനീയാവസ്ഥയും വേണ്ടത്ര വെളിച്ചമില്ലാത്തതുമാണ് അപകടത്തിന് കാരണമായതെന്നാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഈ പ്രദേശത്തെക്കുറിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു. നന്ദിക്കരയിൽ ടോറസ് ലോറികൾ കൂട്ടിയിടിച്ച് തൃശൂർ ഭാഗത്തേക്കുള്ള ദേശീയപാതയിൽ 1 മണിക്കൂറിലേറെ ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് നെല്ലായി കടന്നും വാഹനങ്ങളുടെ നിര നീണ്ടു. നന്ദിക്കര സ്കൂൾ സ്റ്റോപ്പിലായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് യു-ടേൺ തിരിയുന്നതിനിടെ പുറകിൽ നിന്ന് വന്ന ടോറസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിന് കുറുകെ കിടന്ന ടോറസുകൾ ക്രെയിൻ എത്തിച്ചു മാറ്റിയാണ് ദേശീയപാതയിലെ ഗതാഗത തടസ്സം തീർത്തത്. ഗുരുവായൂരിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ചക്രം ഊരി വീണു. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന ആറ്റുപറമ്പത്ത് ബസിന്റെ മുൻവശത്തെ ചക്രമാണ് ഊരി വീണത്. സ്റ്റാൻഡിൽ നിന്നെടുത്ത ബസ് പന്തായിൽ ക്ഷേത്രത്തിന് മുന്നിൽ നിർത്താൻ പോകുമ്പോഴായിരുന്നു അപകടം. യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഉച്ചവരെ ബസ് നടുറോഡിൽ നിന്ന് എടുത്തു മാറ്റാനായില്ല. ഇതേ തുടർന്ന് ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു.
ഓട്ടുപാറ പരുത്തിപ്രയിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. വ്യാപാര സ്ഥാപനത്തിന്റെ ഇരുമ്പ് ഗോവണി തകർത്ത കാർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാനിൽ ഇടിച്ച ശേഷമാണ് മറിഞ്ഞത്. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചെറുതുരുത്തി നെടുമ്പുര സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കൊടുങ്ങല്ലൂരിൽ അമ്ലമഴ പെയ്തു. ശ്രീനാരായണപുരം ആലയിലാണ് മഞ്ഞ നിറമുള്ള മഴ പെയ്തത്. ആല ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയവരാണ് അമ്ലമഴ കണ്ടത്. ഇവരുടെ വസ്ത്രങ്ങളിലും വാഹനങ്ങളിലും മഞ്ഞ നിറമുള്ള മഴ വീഴുകയായിരുന്നു. നിമിഷനേരം മാത്രം നീണ്ടുനിന്ന മഴ ഞൊടിയിടയിൽ പെയ്തൊഴിഞ്ഞു. മലിനീകരണത്തിന്റെ ഫലമായി അന്തരീക്ഷത്തിലുണ്ടാകുന്ന സൾഫ്യൂരിക് അമ്ലം, നൈട്രിക് അമ്ലം എന്നിവ മഴവെള്ളത്തിൽ കലർന്ന് ഭൂമിയിൽ പതിക്കുന്ന പ്രതിഭാസമാണ് അമ്ലമഴ. സൗഹൃദങ്ങൾ കുറഞ്ഞുവരുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളി കടാശ്വാസ ക്ഷേമ ബോർഡ് ചെയർമാൻ ജസ്റ്റിസ് PS ഗോപിനാഥൻ പറഞ്ഞു. സഹൃദയ വേദിയുടെ വജ്രജൂബിലി ആഘോഷത്തിന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കൂട്ടം ആളുകൾ സമൂഹത്തിൽ ഭീതി പരത്തുന്നുവെന്നും കുടുംബത്തിൽ തന്നെ സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ്, മനുഷ്യൻ വീടിനുള്ളിൽ സുരക്ഷിതമാണോ എന്ന് സംശയമുണ്ടെന്നും തെരുവുനായ കടിക്കുന്നതിനേക്കാൾ ഭീതിതമാണ് ഇന്ന് ഓരോ കുടുംബത്തിന്റെ അവസ്ഥയെന്നും ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. സൗഹൃദവേദി പ്രസിഡന്റ് ജഡ്ജ് ഡോക്ടർ PN വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. കൊച്ചി ന്യൂവാസ് വൈസ് ചാൻസലർ ഡോക്ടർ GB റെഡ്ഡി അവാർഡ് സമർപ്പണം നിർവഹിച്ചു. സഹൃദയവേദി സെക്രട്ടറി ബേബി മൂക്കൻ, രവി പുഷ്പഗിരി, K രഘുനാഥൻ, E രാമചന്ദ്രൻ, പുഷ്പൻ ആശാരിക്കുന്ന്, അവാർഡ് ജേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,900 രൂപ, പവന് 95,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പോലീസിന്റെ പിടിയിൽ. പത്തനംതിട്ട അടൂർ സ്വദേശി കാർത്തികാണ് പിടിയിലായത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. രാഹുലിനെ അനുകൂലിച്ച് പാർട്ടി പത്രത്തിൽ വന്ന എഡിറ്റോറിയൽ തെറ്റെന്നും സണ്ണി ജോസഫ്. കോൾ കർഷകർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. പാടശേഖരങ്ങളിലേക്ക് വെള്ളം തുറന്നുവിടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ചിറ്റണ്ടയിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വർക്ക് ഷോപ്പ് ജീവനക്കാരൻ മരിച്ചു. തലശ്ശേരി സ്വദേശി മുഹമ്മദ് ഫാരിസാണ് മരിച്ചത്. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച. 10,000ങ്ങളെ വരവേൽക്കാനൊരുങ്ങി ഗുരുഭവനപുരി. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തും. ചൊവ്വൂർ പാറക്കോവ് വിജീഷ് വധക്കേസിലെ 2ാം പ്രതിയെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. പാറക്കോവിൽ കള്ളിയത്ത് വീട്ടിൽ രാകേഷിനെയാണ് തൃശൂർ 1ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ